ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് എങ്ങനെ ഒരു മെറ്റാ ആഡ്സ് ക്യാമ്പയിൻ ഒരു ഇ-കൊമേഴ്സ് സ്റ്റോർ അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്റ്റിന് എങ്ങനെ ഞാൻ മെറ്റാ ആഡ്സ് ക്യാമ്പയിൻ റൺ ചെയ്യുന്നത്, എന്തൊക്കെ റിസർച്ചുകളാണ് അതിനു മുൻപ് ചെയ്യുന്നത് എന്ന് കാണിച്ചു തരാം. അപ്പൊ ഞാൻ ആദ്യം തന്നെ ഇതേപോലത്തെ ഒരു ഷീറ്റ് പ്രിപ്പയർ ചെയ്യും. ഈ ഷീറ്റിലേക്ക് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ ഷീറ്റിനകത്ത് ഫസ്റ്റ് തന്നെ എന്താണ് പ്രോഡക്റ്റ്, നമ്മുടെ ബ്രാൻഡ് എന്താണ് എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബ്രാൻഡ് ഹോം ഡെക്കോർ റിലേറ്റ് ചെയ്ത പ്രൊഡക്ട്സും കാര്യങ്ങളൊക്കെ സെല് ചെയ്യുന്നൊരു സ്റ്റോറും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾ സെല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് റൂമൊക്കെ ഡെക്കറേഷന് വേണ്ടി ഉപയോഗിക്കുന്ന, ഡെക്കോറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഒരു സ്പേസ് റിലേറ്റ് ചെയ്തൊരു പ്രൊഡക്റ്റും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ നമ്മുടെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ പർച്ചേസ് ആയിരിക്കും, വെബ്സൈറ്റ് പർച്ചേസ് അല്ലെങ്കിൽ വെബ്സൈറ്റ് കൺവേർഷൻസ് ആയിരിക്കും, മെറ്റാ ആഡ്സ് ക്യാമ്പയിൻസ് ആയിരിക്കും റൺ ചെയ്യുന്നത് ബോത്ത് ഫേസ്ബുക്ക് ആൻഡ് ഇൻസ്റ്റാഗ്രാമിൽ. പിന്നെ ഞാൻ ചെയ്ത കാര്യം ഓഡിയൻസ് റിസർച്ച് അല്ല മാർക്കറ്റ് റിസർച്ച്, ഈ പെർട്ടിക്കുലർ നിഷിലെ ബെഞ്ച് മാർക്കുകൾ എന്തൊക്കെയാണ്, എത്ര ബഡ്ജറ്റ് നമ്മൾ സ്പെൻഡ് ചെയ്യണം ഒരു സെയിൽ കിട്ടണമെങ്കിൽ, നമ്മളൊരു CP അല്ലെങ്കിൽ കോസ്റ്റ് പെർ അക്വിസിഷന് എത്ര രൂപ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നൊക്കെയുള്ള കാൽക്കുലേഷൻസും അതേപോലെ റിസർച്ചുകളാണ് ഞാൻ ഫസ്റ്റ് ഫേസിൽ ചെയ്യുന്നത്. ഒബ്ജക്റ്റീവ്സ് അതേപോലെ ഓഡിയൻസ് ഒക്കെ ഞാനിവിടെ മാർക്ക് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഓഡിയൻസ് എന്ന് എടുക്കുന്നത് കുറച്ച് ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 18 മുതൽ 35 വയസ്സ് വരെയുള്ളവരായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. പിന്നെ കസ്റ്റം ഓഡിയൻസ് ആയിട്ട് പ്രൊഡക്റ്റ് റിലേറ്റഡ് വീഡിയോ പ്ലേസ് ചെയ്യുന്നതായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ ആഡിൻ്റെ അകത്തൊരു വീഡിയോ പ്ലേസ് ചെയ്യുന്നതായിരിക്കും. അതിലൊരു 75% മുകളിൽ കണ്ടവരെ നമ്മൾ റീടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും. അതിൽ 1% ഓഫ് വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ലുക്ക് ലൈക്ക് ഓഡിയൻസ്. ക്രിയേറ്റീവ്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അതിൻ്റെ ഒരു സജഷൻസും കൂടെയാണ് ഇവിടെ ആഡ് ചെയ്തേക്കുന്നത്. പിന്നെ ക്യാമ്പയിൻ സ്ട്രക്ചർ ഞാൻ ആഡ്സ് മാനേജർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ക്ലിയർ ആയിട്ട് കാണിച്ചു തരാം. ഫസ്റ്റ് തിങ് നമ്മളിവിടെ ഒരു പർച്ചേസ് ക്യാമ്പയിൻ ആണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അവർ 2 ആഡ് സെറ്റ് കാണും, ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ്, സെക്കൻഡ് നമ്മൾ റീടാർഗറ്റിങ്ങിന് വേണ്ടിയായിരിക്കും ഉപയോഗിക്കുന്നത്. അതേപോലെ വേറൊരു ആഡ് സെറ്റും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്, അത് ഞാൻ മെറ്റാ ആഡ്സ് മാനേജർ ഓപ്പൺ ആക്കി കഴിഞ്ഞ ശേഷം കാണിച്ചു തരാം. എക്സ്പെക്റ്റഡ് മെട്രിക്സ് അല്ലെ ബെഞ്ച് മാർക്കുകളിലേക്ക് വരാം. ബെഞ്ച് മാർക്ക് ക്ലിക്ക് ത്രൂ റേറ്റ് 2 to 3% ഓഫ് ദി കോൾഡ് ഓഡിയൻസ് ആണ് എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെ CPC കോസ്റ്റ് പെർ ക്ലിക്ക് 8 to 15 rupees ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. അല്ലെ കൺവേർഷൻ റേറ്റ് എക്സ്പെക്ട് ചെയ്യുന്നത് 2 to 4% ഓഫ് CPC ആണ്. പിന്നെ CPA ഒരു സെയിലിന് വേണ്ടി നമ്മൾ അപ്രോക്സിമേറ്റ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 300 to 400 rupees ആയിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു സെയിൽ നമ്മുടെ വെബ്സൈറ്റിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രൊഡക്റ്റിന്റെ ഒരു സക്സസ്ഫുൾ സെയിൽ നടക്കണമെങ്കിൽ നമ്മൾ അപ്രോക്സിമേറ്റ് 300 to 400 rupees സ്പെൻഡ് ചെയ്യണം. ഇത് നമ്മൾ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ല, LLM ടൂളുകൾ ഉപയോഗിച്ചും അതേപോലെ കൂടുതൽ റിസർച്ചുകൾ നമ്മൾ ഓൺലൈനിൽ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ഒരു ഇൻഡസ്ട്രിയിൽ ഒരു എക്സ്പെക്റ്റഡ് ബെഞ്ച് മാർക്സും കാര്യമൊക്കെ തന്നെ കിട്ടുന്നതായിരിക്കും. പിന്നീട് നമ്മൾ ഇതിന്റെ ആവറേജ് ആണ് നമ്മൾ മിക്കപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ ആവറേജ് എങ്കിൽ നമ്മുടെ KPIs നമുക്ക് മീറ്റപ്പ് ചെയ്യാൻ പറ്റിയിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ ക്രിയേറ്റീവ്സിന് അല്ലെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ടാർഗറ്റിംഗ് ഒക്കെ മാറ്റം വരുത്തേണ്ടതായിട്ട് ഉണ്ടായിരിക്കും. അതേപോലെ നമ്മുടെ AVO അല്ലെ ആവറേജ് ഓർഡർ വാല്യൂ എന്ന് പറഞ്ഞാൽ 1200 ആണ്, 1200 rupees ആയിരിക്കും. ദാറ്റ് മീൻസ് ഏറെക്കുറെ നമുക്കൊരു 25 to 33% ഓഫ് മാർജിൻ നമുക്ക് കിട്ടുന്നത് ആയിരിക്കും. അതേപോലെ നമ്മൾ ഇതേപോലത്തെ സൈറ്റുകളായിട്ട് നോക്കിക്കഴിഞ്ഞാൽ 2026 മെറ്റാ ആഡ്സ് ബെഞ്ച് മാർക്ക് എന്ന സൈറ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ഈ മെട്രിക്സും കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാനും കാര്യത്തിന് പറ്റുന്നതും ആയിരിക്കും. നെക്സ്റ്റ് ഇതിന് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന സ്ട്രാറ്റജിനെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്മൾ ഫസ്റ്റ് കോൾഡ് ഓഡിയൻസ് നമ്മൾ ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ് ആയിരിക്കും ചെയ്യുന്നത്. സെല് ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന് സ്പേസ് റിലേറ്റ് ചെയ്തെന്ന് വെച്ചാൽ നമുക്കറിയാം സ്പേസ് എന്തൂസിയാസ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരുടെ റൂമിലേക്ക് ഒരു ഹോം ഡെക്കോർ പോലത്തെ ഡെക്കോർ റിലേറ്റ് ചെയ്ത പ്രൊഡക്റ്റ് ആയിരിക്കും നമ്മൾ സെൽ ഓഫ് ചെയ്യാനും കാര്യമൊക്കെ തന്നെ പോകും. കോൾഡ് ഓഡിയൻസ് നമ്മൾ ഇൻട്രസ്റ്റ് ബേസിലായിരിക്കും ടാർഗറ്റ് ചെയ്യുന്നത്. കുറച്ച് ഇൻട്രസ്റ്റിംഗ് ബിഹേവിയർ പോയിന്റ്സ് നമ്മളിവിടെ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സെക്കൻഡ് വാം ഓഡിയൻസ് ആയിരിക്കും. വാം ഓഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആഡ് കണ്ട് റീടാർഗറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ വാം ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ കോൾഡ് ഓഡിയൻസിനേക്കാളും കൺവേർഷൻ റേറ്റ് കൂടുതലായിരിക്കും അല്ലെ കൺവേർഷൻ കൂടുതലായിരിക്കും വാം ഓഡിയൻസിന്. വാം ഓഡിയൻസ് നമ്മൾ റീടാർഗറ്റ് ചെയ്യുന്നത് മെയിൻലി വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആയിരിക്കും. പ്രൊഡക്റ്റ് പേജ് വ്യൂ ചെയ്തവർ, അതേപോലെ നമ്മുടെ ആഡിലെ വീഡിയോ 70% കൂടുതൽ കണ്ടവരെ നമ്മൾ റീടാർഗറ്റ് ചെയ്യുന്നതും ആയിരിക്കും. പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് അടിച്ചവരെ റീടാർഗറ്റ് ചെയ്യുന്നതും. പിന്നീട് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ക്രിയേറ്റീവ് സ്ട്രാറ്റജി പറഞ്ഞുതരാം. നമ്മൾ ഉപയോഗിക്കാൻ പോകുന്ന ഒരു ക്രിയേറ്റീവ് സ്ട്രാറ്റജി എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് തിങ് റീലായി. റീൽ എന്ന് വെച്ചാൽ ട്രാൻസ്ഫോർമേഷൻ ബിഫോർ ഓഫ് ദി റൂം ഒരു 2 to 3 സെക്കൻഡ് വീഡിയോ കാണിക്കും. പിന്നീട് ഒരു 2 to 3 സെക്കൻഡിന് ഉള്ളിൽ ആ റൂമിൽ ആ ഒരു ഡെക്കോർ പ്രൊഡക്റ്റ് വെച്ചതിന് ശേഷം ഉണ്ടാകുന്ന ചേഞ്ചസ് കാണിക്കാൻ ബിഫോർ ആൻഡ് ആഫ്റ്റർ പോലത്തെ ഒരു വീഡിയോ. അത് അപ്രോക്സിമേറ്റ് നമുക്ക് 15 to 20 സെക്കൻഡിന് മുകളിൽ അതിന്റെ ഡ്യൂറേഷൻ വരാൻ പാടില്ല. നല്ലൊരു ട്രെൻഡിങ് ഓഡിയോയിൽ അതുപോലെ ബിഫോർ ആൻഡ് ആഫ്റ്റർ സ്റ്റൈലിലായിരിക്കും നമ്മൾ ആ വീഡിയോ വെർട്ടിക്കൽ ഫോർമാറ്റ്. സെക്കൻഡ് നമ്മൾ ഇമേജ് ആയിട്ട് നമ്മൾ മിനിമൽ ആയിട്ട് ഒരു ഇമേജ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്, സ്റ്റാറ്റിക് ഇമേജ്. ഒരു റൂമിൽ ഈ പ്രൊഡക്റ്റ് വെച്ച് കഴിയുമ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഹോം ഡെക്കോർ പ്രൊഡക്റ്റ് വെച്ച് കഴിയുമ്പോൾ ഒരു വ്യത്യാസമാണെങ്കിൽ സ്റ്റാറ്റിക് ഇമേജുകളായിരിക്കും ഉപയോഗിക്കുക. അപ്പം മെയിൻലി നമ്മൾ റീടാർഗറ്റിങ്ങിന് വേണ്ടിയായിരിക്കും സ്റ്റാറ്റിക് ഇമേജുകൾ ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റ്
നമ്മളെ പ്രൊഡക്റ്റിന്റെ ഓഫർ കാണിച്ചുകൊണ്ട് ഒരു 20% ഒരു 30% ഓഫ് കാണിച്ചുകൊണ്ട് നമുക്ക് റീടാർഗറ്റിങ്ങിന് വേണ്ടി ഉപയോഗിക്കാൻ നമുക്ക് നല്ല കൺവേർഷൻസ് നടക്കാൻ സാധ്യത കൂടുതലായിരിക്കും. അതുപോലെ നമ്മൾ ഇമേജസിന്റെ നമ്മൾ കരോസിൽസും ട്രൈ ഔട്ട് ചെയ്യുന്നതായിരിക്കും. 1 to 3 സ്ലൈഡ്സ് കരോസിൽസ് ആയിരിക്കും ട്രൈ ഔട്ട് ചെയ്യുന്നത്. ലാസ്റ്റ് കരോസിൽ ഒരു CTA കാണിച്ചുകൊണ്ട് കൃത്യമായിട്ട് പ്രൊഡക്റ്റിന്റെ ഓഫർ കാണിച്ചുകൊണ്ട് CTA നമ്മൾ ആഡ് ചെയ്യുന്നത് ആയിരിക്കും. ലൈക്ക് ട്രാൻസ്ഫോർമേഷൻ ആസ് വി ഡൺ ബിഫോർ ഓൺ ദി വീഡിയോ, സെയിം ഫോർമാറ്റ് വി ആർ ഗോയിങ് ടു മേക്ക് ദി കരോസിൽ. ട്രൈ ഔട്ട് ചെയ്യാനും അതുപോലെ ആസ് പെർ പ്രീവിയസ് ഡേറ്റ നല്ല ഇതിന് വർക്ക് ചെയ്യാൻ സാധ്യതയുള്ള ഒരു ആഡ് ഫോർമാറ്റ് ആണ് UGC ഫോർമാറ്റിലെ യൂസർ ജനറേറ്റഡ് കണ്ടന്റ്. അപ്പം നമ്മൾ തന്നെ നമ്മുടെ ഫേസ് കാണിച്ചിട്ടുണ്ടെങ്കിൽ കസ്റ്റമർ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട്, അപ്പം നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മളൊരു കസ്റ്റമർ ആയിട്ട് പ്രിറ്റൻഡ് ചെയ്തുകൊണ്ട് നമുക്കൊരു വീഡിയോസ് കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓൾറെഡി ഉള്ള കസ്റ്റമേഴ്സിന്റെ ട്രാൻസ്ഫോർമേഷൻ വീഡിയോ, ടെസ്റ്റിമോണിയൽ ടൈപ്പ് വീഡിയോ, എങ്ങനെ ആ പ്രോഡക്റ്റ് ഉപയോഗിച്ച് അവർ റൂം അല്ലെ എങ്ങനെ ആ ഒരു ചേഞ്ച് വന്നു എന്ന് കാണിക്കുന്ന വീഡിയോസ് UGC കണ്ടന്റുകൾ നമുക്ക് ചെയ്യുക. ഇത്ര ട്രസ്റ്റ് വർത്തിയുമാണ്. അതുപോലെ UGC കണ്ടന്റ് കൂടുതൽ കൺവേർഷൻസ് കിട്ടുന്നതായിട്ട് നമുക്ക് മുൻപത്തെ ഡേറ്റാസ് ചെക്കൗട്ട് ചെയ്യാൻ നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. അടുത്തത് ആഡ്സ് മാനേജറിൽ ചെന്നതിന് ശേഷം എങ്ങനെയാണ് ഞാൻ ഈ ആഡ് സ്ട്രക്ചർ ചെയ്തേക്കുന്നത് കാണിച്ചത്. ഫസ്റ്റ് നമ്മുടെ ക്യാമ്പയിൻ ഒബ്ജക്റ്റീവ് ആയിട്ട് കൊടുത്തിരിക്കുന്ന സെയിൽസ് ആണ്. ഒബ്ജക്റ്റീവ് സെയിൽസ് ക്യാമ്പയിൻ ആണ് കൊടുത്തിരിക്കുന്നത്. അഡ്വാൻറ്റേജ് പ്ലസ് ആഡ്സ് നമ്മൾ ഓഫ് ആക്കി വെച്ചിട്ടുണ്ട്. കാര്യം നമ്മളിവിടെ മാനുവലി ആണ് ആഡ്സുകൾ ടെസ്റ്റ് ചെയ്യാനും കാര്യമൊക്കെ തന്നെ പോകുന്നത്. ക്യാമ്പയിൻ ബഡ്ജറ്റിന് പകരം നമ്മളിവിടെ ആഡ് സെറ്റ് ബഡ്ജറ്റ് ആണ് ഉപയോഗിക്കുന്നത്. കാര്യം നമ്മളിവിടെ മൾട്ടിപ്പിൾ ആഡ് സെറ്റുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. ആഡ് സെറ്റ് ബഡ്ജറ്റ് ആണ് നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. അവിടെ നമുക്ക് മെയിൻലി 2 ആഡ് സെറ്റ് ആണുള്ളത്. ഫസ്റ്റ് തിങ് ഈസ് ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ്. നമ്മൾ മുൻപ് പറഞ്ഞ ഇൻട്രസ്റ്റ് ബേസ്ഡ് ടാർഗറ്റിംഗ്, 2 ഇൻട്രസ്റ്റുകൾ നമ്മൾ ടാർഗറ്റ് ചെയ്യുന്നുണ്ട്. മെയിൻലി നമ്മൾ ഓഡിയൻസിനെയാണ് ഇവിടെ ടാർഗറ്റ് ചെയ്യുന്നത്. നമ്മൾ കോൾഡ് ഓഡിയൻസിനെ, സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ ടയർ 2 കൺട്രീസിനെ ടാർഗറ്റ് ചെയ്യുന്നത്. ഇവിടെ കൺവേർഷൻ ലൊക്കേഷൻ കൊടുത്തിരിക്കുന്ന വെബ്സൈറ്റ് ആണ്. അതിൽ മാക്സിമം നമ്പർ ഓഫ് കൺവേർഷൻ കൊടുത്തിട്ടുണ്ട്. ആഡ് സെറ്റിന് അല്ലെ ABOയ്ക്ക് നമ്മൾ 500 rupees ആണ് ആഡ് സെറ്റ് ബഡ്ജറ്റ് ഡെയിലി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ബഡ്ജറ്റ് എന്ന ഓപ്ഷനിലേക്ക് വന്നതിന് ശേഷം നമുക്ക് ആവറേജ് ABO അല്ലെ ആവറേജ് ഓർഡർ വാല്യൂ എന്ന് വെച്ചാൽ 1200 ആയിരിക്കും. അപ്പോൾ നമ്മൾ ടാർഗറ്റഡ് CP എന്ന് പറഞ്ഞാൽ 300 to 400 rupees ആണ് പെർ പർച്ചേസിന് വരുന്നത്. അപ്പോൾ നമ്മൾ ഡെയിലി ബഡ്ജറ്റ് ആയിട്ട് ഇവിടെ കൊടുത്തേക്കുന്നത് 1000 രൂപയാണ്. 1000 രൂപ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 2 ആഡ് സെറ്റ് ആണ് ഫസ്റ്റ് റൺ ചെയ്യുന്നത്. ആ 2 ആഡ് സെറ്റിൻ്റെ അകത്ത് നമ്മൾ 500 and 500 എന്ന രീതിയിലാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ഓരോ ആഡ് സെറ്റിൻ്റെ അകത്ത് നമുക്ക് 3 ആഡ് ഗ്രൂപ്പുകളും കാര്യമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതിന് മുമ്പേ ഞാനിവിടെ ഡീറ്റെയിൽ ടാർഗറ്റിംഗ് ആയിട്ട് എന്തൊക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് എന്ന് കാണിച്ചത്. ഫസ്റ്റ് തിങ് ഇവിടെ ആയിട്ട് നമ്മൾ ഓഡിയൻസിൽ കൊടുത്തേക്കുന്നത് ലൊക്കേഷനാണ്. ലൊക്കേഷൻ്റെ അകത്ത് നമ്മൾ മെയിൻലി കൊടുത്തേക്കുന്നത് ഇവിടെ ടയർ 2 കൺട്രീസ്, സൗത്ത് ഇന്ത്യൻ സിറ്റീസാണ് മെയിൻലി ആഡ് ചെയ്തേക്കുന്നത്. ചെന്നൈ, ഹൈദരാബാദ്, കൊച്ചി, ഈ സിറ്റീസ് കൂടുതൽ ഇതുപോലത്തെ ഡ്രോപ്പ് ഷിപ്പിംഗ് റിലേറ്റ് ചെയ്തിൽ ഈ കൊമേഴ്സ് സ്റ്റോർ റിലേറ്റ് ചെയ്ത പ്രൊഡക്റ്റുകൾക്ക് നല്ല ഇതിന് സെയിലുകൾ വരുന്നുണ്ട് എന്ന് നമ്മുടെ റിസർച്ച് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ ലൊക്കേഷൻസ് ആയിരിക്കും നമ്മൾ ഇനിഷ്യൽ സ്റ്റേജ് ടെസ്റ്റ് ചെയ്യാനും കാര്യമൊക്കെ തന്നെ പോകുന്നത്. പിന്നീട് നമ്മൾ കുറച്ച് ലൊക്കേഷൻസ് എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആസാം, ജമ്മു ആൻഡ് കാശ്മീർ, മണിപ്പൂർ, മിസോറാം തുടങ്ങിയ ലൊക്കേഷൻസ് നമ്മൾ എക്സ്ക്ലൂഡും ചെയ്തിട്ടുണ്ട്. കാര്യം ഈ ഏരിയയിലേക്ക് നമുക്ക് ആഡ് കാണിക്കുകയാണെങ്കിൽ കൺവേർഷൻസ് നടക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ് ആസ് പെർ മൈ എക്സ്പീരിയൻസ് നോക്കിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഈ കാണുന്ന സിറ്റീസുകളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡും ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ ലാംഗ്വേജും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. ഓൾ അറൗണ്ട് ഇന്ത്യൻ ലാംഗ്വേജസ് നമുക്ക് ആഡ്സ്, കാര്യം നമ്മൾ സ്പെസിഫിക് ആയിട്ട് ഒരു ലാംഗ്വേജ് നമ്മൾ ആഡ്സ് യൂസ് ചെയ്യുന്നില്ല. ഇനി ഡീറ്റെയിൽ ടാർഗറ്റിംഗ് കൊടുത്തേക്കുന്നത് ഏജ് 18 to 35 ഏജ് ഗ്രൂപ്പിലുള്ളവരാണ് ടാർഗറ്റ് ചെയ്യുന്നത്. ജെൻഡർ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടില്ല. അതുപോലെ ഡീറ്റെയിൽ ടാർഗറ്റിംഗിലേക്ക് വന്നതിന് ശേഷം നമ്മൾ ഇൻട്രസ്റ്റുകൾ കൊടുത്തേക്കുന്നത് എൻഗേജ്മെന്റ് ഷോപ്പേഴ്സ് നമ്മൾ ബിഹേവിയർ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. എൻഗേജ്മെന്റ് ഷോപ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതേപോലത്തെ ആഡുകൾ കണ്ട് പ്രൊഡക്റ്റുകൾ മേടിച്ചവരുടെ ഡേറ്റ മെറ്റാഡയിലുണ്ട്. ഇവരെ നമ്മൾ ആഡ് ചെയ്യാണ് നമുക്ക് നമ്മുടെ പ്രൊഡക്റ്റുകൾ കൺവേർഷൻസ് കൂടാൻ സാധ്യത വളരെയധികം കൂടുതലാണ്. ഈ ഇൻട്രസ്റ്റിന്റെ അത് ഹോം ഡെക്കോർ ഐഡിയാസിലെ ഹോം ഡെക്കോർ റിലേറ്റ് ചെയ്ത് ഇൻട്രസ്റ്റ് ആഡ് ചെയ്തിട്ട് നാസത്തിനുള്ള വൈഡ് അല്ലെ ബ്രോഡ് ആയിട്ടൊരു കീവേഡിൽ ഇൻട്രസ്റ്റ് ആണ്. ഫസ്റ്റ് 5 days നമ്മുടെ ആഡ്സ് ഒരു ടെസ്റ്റിംഗ് ഫേസിലായിരിക്കും. ഇതിൻ്റെ അകത്ത് നമുക്ക് എത്രമാത്രം ക്ലിക്സുകൾ വരുന്നില്ല, എത്രമാത്രം കൺവേർഷൻസ് വരുന്നില്ല, എന്തൊക്കെയാണ് അവിടെ റോങ് ആയിട്ട് നടക്കുന്നത്, ഇതെല്ലാം ടെസ്റ്റിംഗ് ഫേസിലാണ്. അതുകൊണ്ട് ഞാൻ ഇൻട്രസ്റ്റ് ആയിട്ട് നാസയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ സ്പേസ് ക്രാഫ്റ്റ് പോലത്തെ കുറച്ച് ഇൻട്രസ്റ്റുകളും കൂടുതൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മളെ പ്ലേസ്മെന്റ്സ് ഞാൻ മാനുവലിയാണ് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഞാൻ പ്ലേസ്മെന്റ്സ് ആയിട്ട് മെയിൻലി കൊടുത്തേക്കുന്നത് പ്ലാറ്റ്ഫോംസ് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കുമാണ്. നമ്മൾ ഓഡിയൻസ് നെറ്റ്വർക്കോ മെസ്സഞ്ചറോ അല്ല ത്രെഡ്സോ ഒന്നും ഉപയോഗിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ അകത്ത് നമുക്ക് കൺവേർഷൻസ് വളരെയധികം കുറവായിരിക്കും. അപ്പോൾ ഓഡിയൻസ് നെറ്റ്വർക്കിൻ്റെ അതൊക്കെ ആഡ്
കൊടുക്കുകയാണെങ്കിൽ ഇതേപോലത്തെ പ്രൊഡക്ട്സിന് സ്പെൻഡ് നടക്കാനാണ് കൂടുതൽ സാധ്യത. നമുക്കവിടെ കൺവേർഷൻസ് നടക്കാനുള്ള സാധ്യത വളരെയധികം കുറവാണ്. അവിടെ അത് ഞാനെല്ലാം ഡിസേബിൾ ചെയ്തിട്ടുണ്ട്. പിന്നീട് പ്ലേസ്മെന്റ് കൺട്രോൾസിലേക്ക് വന്നതിന് ശേഷം ഫീഡിൻ്റെ അകത്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ നമ്മളൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്നതിന് ശേഷം നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെൻഡ് ചെയ്യുന്ന പ്ലേസുകൾ ഏതൊക്കെയായിരിക്കും? ഒന്ന് നമ്മൾ ഫേസ്ബുക്ക് ഫീഡ്, അതുപോലെ പിന്നീട് നമ്മൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഫീഡ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഫീഡ് നമ്മൾ നോക്കാറുണ്ട്, എക്സ്പ്ലോർ പേജ് നോക്കാറുണ്ട്. ഫേസ്ബുക്ക് മാർക്കറ്റ് പ്ലേസും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ആഡ് ചെയ്ത് കൊടുക്കാനുള്ള മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാര്യം ഇതേപോലത്തെ പ്രൊഡക്ട്സുകൾക്ക് മാർക്കറ്റ് പ്ലേസ് ഇതിനുള്ള കൺവേർഷൻ കൂടുതലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഇൻസ്റ്റാഗ്രാം എക്സ്പ്ലോർ പേജ് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇത് വല്ലതും നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ സെർച്ച് വരാൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ബേസിൽ വരാൻ വേണ്ടിയാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. പിന്നീട് ഇതെല്ലാം ടെസ്റ്റിംഗ് ഫേസിലാണ് കൊടുത്തിരിക്കുന്നത്. വേണം നമുക്ക് എല്ലാം ടെസ്റ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ബട്ട് നമ്മൾ ഇത്തിരി കൂടെ റിസർച്ച് ചെയ്ത് നോക്കിയപ്പോൾ ഏറ്റവും കൂടുതൽ കൺവേർഷൻസ് നടക്കാൻ സാധ്യതയുള്ള പ്ലേസ്മെൻറ്റ്സ് ആണ് ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എല്ലാം തന്നെ നമ്മളിപ്പോൾ ടെസ്റ്റ് ചെയ്തില്ല. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ കൺവേർഷൻസ് നടക്കുന്ന പ്ലേസ്മെൻറ്റ്സ് ഏതാണ് നമ്മൾ സ്കെയിലിംഗ് ടൈമിൽ നോക്കിയതിന് ശേഷം ഒപ്റ്റിമൈസേഷൻ സ്റ്റേജ് നോക്കിയതിന് ശേഷം അതിലേക്ക് നമ്മൾ ഇത്തിരി കൂടെ ടാർഗറ്റ് ചെയ്യുന്നത് ആയിരിക്കും. പിന്നീട് നമ്മൾ സ്റ്റോറീസ് ആൻഡ് റീൽസിൻ്റെ അകത്ത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സ്പെൻഡ് ചെയ്യുന്ന ടൈം സ്റ്റോറീസിലും അതുപോലെ റീൽസിലും ആയിരിക്കും. അത് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ സെർച്ച് ടൈമിൻ്റെ അകത്ത് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ ഈ പെർട്ടിക്കുലർ പ്രോഡക്റ്റ് നമ്മൾ കീവേഡ്സുകൾ ആഡ് ചെയ്യുന്ന കീവേഡ്സ് മീൻസ് നമ്മളെ നമ്മുടെ ഹെഡിങ് അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ നമ്മൾ പ്രോഡക്റ്റ് റിലേറ്റ് ചെയ്ത് നമ്മൾ സ്പെസിഫൈ ആയിട്ട് നമ്മൾ റൈറ്റ് ചെയ്യുമ്പോൾ അത് ആരെങ്കിലും സെർച്ച് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോഡക്റ്റ് പോപ്പപ്പ് ആയിട്ട് വരില്ല, ഒന്നാമതായിട്ട് കാണിക്കാൻ സാധ്യത കൂടുതൽ, അതേപോലെ ഒന്നാമതായിട്ട് കാണിക്കാനും സാധ്യത കൂടുതലാണ്. അങ്ങനെ നമുക്ക് കൂടുതൽ കൺവേർഷൻസ് നടക്കാൻ അലോ ലിമിറ്റഡ് സ്പെൻഡിങ് ഇൻ എക്സ്ക്ലൂഡിങ് പ്ലേസ്മെന്റ്സ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഞാൻ ടിക്ക് ഓൺ ചെയ്തിട്ടുണ്ട്. കാര്യം ഇപ്പോൾ മെറ്റയ്ക്ക് തോന്നുകയാണ് ഒരു ഇന്ന പ്ലേസ്മെന്റ് നമ്മൾ ആഡ് പ്ലേസ് ചെയ്യണം, കൂടുതൽ കൺവേർഷൻസ് അല്ലെങ്കിൽ കൂടുതൽ സെയിൽസ് നടക്കാൻ സാധ്യത ഉണ്ട് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവർക്കത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി, ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു പെർമിഷൻ കൊടുക്കുന്നതാണ് നമ്മൾ ഈ ഒരു അലോ ബട്ടൺ ഓൺ ആക്കി കൊടുക്കുന്നത്. ഇതേ ഒരു സെയിം ഫോർമാറ്റിൽ നിന്നാണ് മെട്രോ സിറ്റീസ് അല്ല ടയർ 1 സിറ്റീസിനും കൊടുത്തിരിക്കുന്നത്. ടയർ 2 സിറ്റീസ്, സെക്കൻഡ് നമ്മുടെ ടയർ 1 സിറ്റീസ് അല്ല മെട്രോ സിറ്റീസും. ബാക്കിയെല്ലാം ഇതിൻ്റെ അകത്ത് സെയിം ഉണ്ട്. നമ്മൾ ലൊക്കേഷൻസ് മാത്രമേ ഇത് ഡിഫറൻസ് ആയിട്ട് കൊടുത്തിട്ടുള്ളൂ. നമ്മളിതിനകത്ത് ലൊക്കേഷൻ ആഡ് ചെയ്തിരിക്കുന്നത്, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ലൊക്കേഷനായിട്ട് ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ബാംഗ്ലൂർ അതുപോലെ ഡൽഹി, മുംബൈ ആണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്, ടാർഗറ്റ് ചെയ്തിട്ട്. അതുപോലെ കുറച്ച് ലൊക്കേഷൻ മുൻപത്തെ പോലത്തെ കുറച്ച് ലൊക്കേഷൻസ് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എക്സ്പെക്റ്റഡ് ഓഡിയൻസ് സൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 96 lakhs മുകളിൽ വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ നാരോ അല്ല, അല്ല കുറേ ബ്രോഡ് ഓഡിയൻസും അല്ല. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഓഡിയൻസ് കൗണ്ട് ഇവിടെ കാണാൻ ഞങ്ങൾക്ക് തന്നെ സാധിക്കുന്നതായിരിക്കും. അതുപോലെ നമ്മൾ ഇനി നമ്മുടെ ക്രിയേറ്റീവ്സിലേക്ക് വരാം. ഫസ്റ്റ് നമ്മുടെ റീലായിരിക്കും. റീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ റിലേറ്റ് ചെയ്തൊരു റീലായിരിക്കും നമ്മളിവിടെ ആഡ് ചെയ്തിരിക്കുന്നത്. ബിഫോർ ആൻഡ് ആഫ്റ്റർ ഓഫ് യൂസിങ് ദി പ്രൊഡക്റ്റ് എന്നൊരു റീൽ ഫോർമാറ്റ്. പിന്നീട് നമ്മളൊരു ഇമേജ് ചെയ്യുന്നത് ആയിരിക്കും. ഇമേജ് മെയിൻ നമ്മൾ കരോസിലായിരിക്കും ചെയ്യുന്നത്. 3 സ്ലൈഡ് കരോസിലായിരിക്കും ചെയ്യുന്നത്. ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കരോസിലും അതേപോലെ മൂന്നാമത്തെ സ്ലൈഡ് ഒരു ഡയറക്റ്റ് നമ്മൾ ഓഫർ കാണിച്ചുകൊണ്ട്, പ്രൈസ് കാണിച്ചുകൊണ്ട്, പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കാണിച്ചുകൊണ്ട്, ഫീച്ചേഴ്സ് കാണിച്ചുകൊണ്ട് ഡയറക്റ്റ് നമ്മൾ ഓഫർ ആയിരിക്കും മൂന്നാമത്തെ സ്ലൈഡിൽ കാണിക്കുന്നത്. പിന്നീട് UGC സ്റ്റൈലിലുള്ളൊരു ആഡ് ക്രിയേറ്റീവ് നമ്മൾ ഉപയോഗിക്കുന്നതായിരിക്കും. അപ്പോൾ UGC സ്റ്റൈൽ നമ്മളൊരു വീഡിയോ ആയിരിക്കും മെയിൻലി ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ കസ്റ്റമറിന് തന്നെ ഒരു വീഡിയോ കൊടുക്കുക, അല്ലെങ്കിൽ ഒരു UGC കോണ്ടന്റ് ക്രിയേറ്ററിനെ ഉപയോഗിച്ചൊരു വീഡിയോ ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ നമുക്ക് UGC കണ്ടന്റുകൾ നമുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടതും ആണ്. ഫസ്റ്റ് ഫേസ് നമ്മുടെ ആഡ് സെറ്റായ റീടാർഗറ്റിംഗ് ഓഫായിട്ടായിരിക്കും കിടക്കുന്നത്. അത്യാവശ്യം ഡേറ്റാസ് നമ്മുടെ പിക്സൽസിലേക്ക് വന്നതിന് ശേഷം മാത്രമേ ഈ റീടാർഗറ്റിംഗ് ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യത്തുള്ളൂ, ഓൺ ചെയ്യത്തുള്ളൂ. റീടാർഗറ്റിങ്ങിന് നമ്മൾ യൂസ് ചെയ്യാൻ പോകുന്ന കരോസിൽ അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പോകുന്ന സ്റ്റാറ്റിക് ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20% ഓഫ് കാണിച്ചുകൊണ്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ഒരു 20% ഓഫ് കാണിച്ചുകൊണ്ടൊരു പ്രൊഡക്റ്റ് ആയി. അപ്പോൾ റീടാർഗറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആഡ് ഓൾറെഡി കണ്ട് ഉള്ളൊരു ഇൻട്രസ്റ്റ് നമ്മൾ ആഡിനോട് കാണിച്ചവരെ പിന്നീട് നമ്മൾ റീടാർഗറ്റ് ചെയ്താൽ പിന്നീട് അവരിലേക്ക് ആഡ് നമ്മൾ പ്രത്യേക സ്പെസിഫിക് ഓഫർ കാണിച്ചുകൊണ്ട് കൂടുതൽ കൺവേർഷൻസ് നടക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഫോർമാറ്റാണ് റീടാർഗറ്റിംഗ്. അപ്പോൾ റീടാർഗറ്റിങ്ങിന് വേണ്ടി ഡാറ്റാ സെറ്റ്സ് അതുപോലെ പിക്സൽസ് ഇതിലേക്ക് ഇംപ്ലിമെന്റ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസ് നമ്മൾ 200 rupees ഡെയിലി എന്ന രീതിയിലായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. നമ്മൾ മുൻപ് നമ്മുടെ പ്ലാനിൻ്റെ അകത്ത് പറഞ്ഞതുപോലെ തന്നെ നമ്മൾ ബഡ്ജറ്റിങ്ങിൽ വന്നതിന് ശേഷം നമ്മൾ ഡെയിലി ബഡ്ജറ്റ് 1000 ആണ്. 60 to 70% ഓഫ് അവർ ബഡ്ജറ്റ് ആ കോൾഡ് ഓഡിയൻസിന് വേണ്ടിയായിരിക്കും നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അതിൽ 30 to 40% റീടാർഗറ്റ് വാം ഓഡിയൻസിന് വേണ്ടിയായിരിക്കും നമ്മൾ അലോക്കേറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ആഡ് സെറ്റ്, നമ്മൾ റീടാർഗറ്റിംഗ് ആഡ് സെറ്റിലേക്ക് വന്നതിന് ശേഷം എന്തൊക്കെയാണ് നമ്മൾ പിക്സൽസിൻ്റെ അകത്ത് ആഡ് ചെയ്തൊക്കെ എന്തൊക്കെയാണ്
എക്സ്ക്ലൂഡ് ചെയ്തേക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഓഡിയൻസിൻ്റെ അത് പ്രത്യേകിച്ച് ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ പിക്സൽസ് ഡാറ്റ ഉപയോഗിച്ച് കിട്ടുന്ന ഓഡിയൻസിനെ ആയിരിക്കും നമ്മൾ റീടാർഗറ്റ് ചെയ്യാൻ പോകുന്നത്. പിന്നീട് നമുക്ക് താഴേക്ക് വന്നതിന് ശേഷം ആ ഇൻട്രസ്റ്റ് ബേസ് ഓഡിയൻസിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കൺവേർഷൻസ് നടന്നേക്കുന്നത് ഏത് പ്ലേസ്മെൻറ്റിനായിരിക്കും. ആ പ്ലേസ്മെൻറ്റ്സ് ആയിരിക്കും നമ്മൾ കൂടുതൽ റീടാർഗറ്റിംഗ് ക്യാമ്പയിൻസിന് ആഡ് ചെയ്ത് കൊടുക്കാനും കാര്യമൊക്കെ പോകുന്നത്. പിന്നീട് നമ്മൾ ഇതിനകത്ത് കസ്റ്റം ഓഡിയൻസിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റം ഓഡിയൻസ് നമ്മൾ ഇവിടെ ആയിട്ട് നോക്കിയതിന് ശേഷം ഇവന്റ് മാനേജറിൽ പോയതിന് ശേഷം നമുക്കിവിടെ കസ്റ്റം ഓഡിയൻസിനും കാര്യമൊക്കെ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ ഇവന്റ് മാനേജർ വന്നതിന് ശേഷം നമ്മളവിടെ പിക്സൽസും കാര്യമൊക്കെ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വെബ്സൈറ്റിലേക്ക് വന്ന വിസിറ്റേഴ്സിനെ അങ്ങനെ റീടാർഗറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ റീടാർഗറ്റിങ്ങിനായിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇവിടെ ആയിട്ട് ഇൻക്ലൂഡഡ് കസ്റ്റം ഓഡിയൻസ് എന്ന് കാണാം. അതായത് ക്ലിക്ക് ചെയ്യണം. ഞാൻ എന്തൊക്കെയാണ് കസ്റ്റം ഓഡിയൻസ് ആയിട്ട് ആഡ് ചെയ്ത് കൊടുത്തേക്കുന്നതെന്ന് വ്യക്തമായിട്ട് കാണിച്ചത്. ഫസ്റ്റ് തിങ് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റേഴ്സ് ആണ്. ഇവിടെ നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് അടിച്ചാൽ നമ്മളിവിടെ റീടാർഗറ്റ് ചെയ്യുന്നതായിരിക്കും. ഇത് ക്രിയേറ്റ് ചെയ്യുന്ന ക്രിയേറ്റ് ന്യൂ ആയി ക്ലിക്ക് ചെയ്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കസ്റ്റം ഓഡിയൻസിലേക്ക് വരിക, അല്ല വെബ്സൈറ്റിലേക്ക് വരിക. വെബ്സൈറ്റ് വന്ന ശേഷം നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുക. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്ന ശേഷം ഇവിടെ ആയിട്ട് നമ്മൾ ഡാറ്റാ സോഴ്സ് ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നീട് നമുക്ക് ഇവിടെ ആയിട്ട് ഇവൻറ്റ് കാണാം. ഇവൻ്റ് അതൊരു പെർട്ടിക്കുലർ പേജ്, ഞാൻ സ്പെസിഫിക് പേജാണ് കൊടുത്തിരിക്കുന്നത്. അല്ല ആ സ്പെസിഫിക് പേജ് ഏത് URL ആണ് കണ്ടെയ്ൻ ചെയ്തിരിക്കുക, ആ URL ഇവിടെ നമുക്ക് പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ നമുക്കൊരു സ്പെസിഫിക് ആയിട്ടുള്ളൊരു വേർഡ് ആണെങ്കിൽ ആ വേർഡ് നമുക്കിവിടെ ഇൻക്ലൂഡ് ചെയ്താണെങ്കിലും കൊടുക്കാനും കാര്യത്തിന് പറ്റുന്നതും ആയിരിക്കും. പിന്നീട് ഒരു നെയിം ഇവിടെ ആഡ് ചെയ്ത് കൊടുക്കുക. ആഡ് ടു കാർട്ട് എന്ന നെയിം എന്നൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഞാനിവിടെ ആഡ് ടു കാർട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്ന കോൾഡ് ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്യുന്ന ആഡ് ഒരാൾ കണ്ട് ആ ഒരു ലിങ്കെ ക്ലിക്ക് ചെയ്ത് നമ്മുടെ പ്രൊഡക്റ്റ് പേജിലേക്ക് ചെന്ന് ആ പ്രൊഡക്റ്റ് പേജിൽ നമ്മുടെ പ്രൊഡക്റ്റ് ആഡ് ടു കാർട്ട് അടിച്ചു, പക്ഷെ ബൈ ചെയ്തില്ല. ഇവരെയാണ് നമ്മൾ റീടാർഗറ്റ് ചെയ്യുന്നത്. ഈ ഒരു കസ്റ്റം ഓഡിയൻസിന് കൺവേർഷൻ റേറ്റ്സ് വെച്ചാൽ വളരെയധികം ഹൈ ആയിരിക്കും. കാര്യം ഇവർ ബൈ ചെയ്തതിൻ്റെ ലാസ്റ്റ് പോയിന്റ് വരെ എത്തിയവരാണ്. പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് കൊണ്ട് പിന്നീട് ഒരു കമ്പാരിസന് വേണ്ടി പിന്നീടത്തേക്ക് മാറ്റി വെച്ചവർ ആയിരിക്കും ഇവർ. ഇപ്പോൾ ഒരു ഹൈ ഇൻറ്റൻറ്റ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്, അല്ലെ ഹൈ കൺവേർഷൻസ് നടക്കാൻ സാധ്യതയുള്ള ഓഡിയൻസ് അല്ല കസ്റ്റം ഓഡിയൻസ് ആണിത്. അപ്പോൾ അവരെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ ആഡ് കണ്ടുകൊണ്ട് ആ ലിങ്കെ ക്ലിക്ക് ചെയ്തില്ല, നമ്മൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്കെ ക്ലിക്ക് ചെയ്തുകൊണ്ട് പ്രൊഡക്റ്റ് പേജിൽ ചെന്നവരെയാണ് പിന്നീട് നമ്മൾ ടാർഗറ്റ് ചെയ്തേക്കുന്നത്. കാര്യം ഇവരും പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് നോക്കാനോ അല്ലെങ്കിൽ പ്രൊഡക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻസ് നോക്കാനോ അല്ല പ്രൊഡക്റ്റിനെ കുറിച്ച് ഒത്തിരിയുള്ള ബൈ ചെയ്യുന്നതിൻ്റെ ഉള്ള വളരെയധികം ഇഷ്ടമുള്ളൊരു ഓഡിയൻസ് ആണ് വെൻ കമ്പയർ ടു വാച്ചിങ് വീഡിയോസ്. ഇവരെ ഞാൻ റീടാർഗറ്റിങ്ങിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് വീഡിയോ എൻഗേജ്മെന്റ്, ഈ വീഡിയോസ് നമ്മുടെ പ്രൊഡക്റ്റ് റിലേറ്റ് ചെയ്ത വീഡിയോസ് 75% കൂടുതൽ കണ്ട ആൾക്കാരെ നമ്മൾ റീടാർഗറ്റ് കാര്യമൊക്കെ ചെയ്യുന്നതും ആയിരിക്കും. പിന്നീട് നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആയിട്ട് നമുക്ക് എക്സ്ക്ലൂഡ് കസ്റ്റം ഓഡിയൻസ് എന്ന് കാണാം. അപ്പോൾ ഓൾറെഡി നമ്മുടെ പ്രൊഡക്റ്റ് പേജിൽ വന്ന് ആഡ് ടു കാർട്ട് അടിച്ച് അത് പർച്ചേസ് ചെയ്തവർ, ഈ പർച്ചേസ് ചെയ്തവരെ വീണ്ടും നമ്മൾ റീടാർഗറ്റ് ചെയ്യേണ്ട, അല്ലെ ഇവരെ വീണ്ടും ആഡ് കാണിക്കേണ്ട ആവശ്യമില്ല. ഇവരെ ആഡ് കാണിക്കുകയാണ് മെയിൻലി നമ്മുടെ പൈസ അവിടെ പൊക്കോണ്ടിരിക്കുക. സോ ഈ ഓഡിയൻസിനെ, ഈ പർച്ചേസ് ഇവന്റ് ട്രിഗർ ആയുള്ള ഓഡിയൻസിനെ ഞാൻ എക്സ്ക്ലൂഡും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പിക്സൽസ് എനിക്ക് ഇംപ്ലിമെന്റ് ചെയ്യണമെന്ന് അറിയാൻ മേലാത്തവരാണെങ്കിൽ ഡീറ്റെയിൽ വീഡിയോ ചെയ്യുക. വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം മുകളിൽ കാണാൻ ടോപ്പ് ഐ ബട്ടണിൽ ഞാൻ കൊടുത്തേക്കുകയും ചെയ്തേക്കാം. ഇപ്പം ഇങ്ങനെയാണ് മെയിൻലി ഞാനൊരു ഇ-കൊമേഴ്സ് സ്റ്റോറിന് വേണ്ടി അല്ലെങ്കിൽ ഒരു ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്റ്റിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നതും അതേപോലെ എങ്ങനെ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യുന്നത്, ആഡ് സ്ട്രക്ചർ ചെയ്യുന്നതും. പിന്നെ ഫസ്റ്റ് 4 to 7 days ടെസ്റ്റിംഗ് ഫേസ് ആയിരിക്കും. ഇതിൻ്റെ അകത്ത് നമ്മൾ മെയിൻലി നമ്മൾ ആഡ് സെറ്റ് എല്ലാം പ്രിപ്പയർ ചെയ്ത് പിന്നീട് നമ്മൾ ആഡ് റൺ ചെയ്യുക, ആഡ്സ് ടെസ്റ്റ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. പിന്നീട് നമ്മൾ ഈ ആഡ് സെറ്റിന് കുറേ അധികം ചേഞ്ചസ് ഫസ്റ്റ് 4 to 5 days വരുത്തത്തില്ല. നമ്മൾ ഇതിൻ്റെ അകത്ത് നമ്മൾ ടെസ്റ്റിംഗ് ഫേസിലായി. ഇതിന് ശേഷം നമുക്ക് ഇവിടെ ആയിട്ട് നമ്മൾ ബെഞ്ച് മാർക്സുകൾ ആഡ് ചെയ്തിട്ടുണ്ട്, എക്സ്പെക്റ്റഡ് മെട്രിക്സുകൾ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് നമ്മൾ 2% താഴെയുള്ള ക്രിയേറ്റീവ്സുകൾ നമ്മൾ മാറ്റുന്നതായിരിക്കും. അതുപോലെ നമുക്ക് 2 to 3% കോൾഡ് ഓഡിയൻസ് CTR കിട്ടിയ അതേ ഫോർമാറ്റുള്ള ക്രിയേറ്റീവ്സ് വീണ്ടും നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നതും ആയിരിക്കും. പിന്നീട് നമ്മൾ കൺവേർഷൻ റേറ്റ്സ് കുറവാണെങ്കിൽ നമ്മൾ ലാൻഡിംഗ് പേജ് കൂടുതൽ ഒപ്റ്റിമൈസ് ചെയ്യേണ്ടതും ആയിരിക്കും. അങ്ങനെയൊക്കെയുള്ള ഒപ്റ്റിമൈസേഷൻ ഫേസ് ആയിരിക്കും രണ്ടാമത് നടക്കുന്നത്. പിന്നെ നമ്മൾ വർക്കൗട്ട് ചെയ്തേക്ക് വീണ്ടും ഒപ്റ്റിമൈസേഷന് വേണ്ടി ആഡപ്പ് ചെയ്യുന്നത് ആയിരിക്കും. അല്ലെങ്കിൽ ഇതാണ് മെട്രിക്സുകളും കാര്യങ്ങളൊക്കെ ആസ് പെർ ദിസ് ഡാറ്റ അല്ലെങ്കിൽ ഇതിനേക്കാളും നല്ല രീതിയിൽ നമുക്ക് കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ സ്കെയിലപ്പിലോട്ടായിരിക്കും പോകുന്നത്. ഇതേപോലെയാണ് ഞാനൊരു ഇ-കൊമേഴ്സ് സ്റ്റോറിന് വേണ്ടി ഡ്രോപ്പ് ഷിപ്പിംഗ് പ്രോഡക്റ്റിന് വേണ്ടി ആഡ്സ് റൺ ചെയ്യാൻ വേണ്ടി റിസർച്ച് ചെയ്യുന്നതും ആഡ് സ്ട്രക്ചർ ചെയ്യുന്നതും എങ്ങനെയാണെന്നാണ് ഞാൻ കാണിച്ചു തന്നത്. സോ എല്ലാവർക്കും കൃത്യമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ പ്രോഡക്റ്റിന് കൃത്യമായിട്ട് പ്ലാൻ ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു മെറ്റാ ആഡ്സ് ക്യാമ്പയിൻ റൺ ചെയ്യണം എന്നറിയാൻ വേണമെങ്കിൽ പ്ലീസ് ഡു കോൺടാക്ട് മീ. ഡിസ്ക്രിപ്ഷനിൽ എൻ്റെ നമ്പറും അതേപോലെ മെയിൽ ഐ ഡിയും കാര്യങ്ങളൊക്കെ കൊടുത്തേക്കാം. നിങ്ങളുടെ പ്രൊഡക്റ്റ് ഏതാണെങ്കിലും നിങ്ങളുടെ ഇൻഡസ്ട്രി ഏതാണെങ്കിൽ ആദ്യം നമുക്ക് കൃത്യമായി ഇതേപോലത്തെ ഷീറ്റാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഇതേപോലത്തെ ഷീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം മാത്രമേ ഒരു ആഡ് ക്രിയേറ്റ് ചെയ്യാവുള്ളൂ അല്ലെങ്കിൽ ഒരു മെറ്റാ ആഡ്സ് ക്യാമ്പയിൻ റൺ ചെയ്യാവുള്ളൂ. സോ താങ്ക് യു ഫോർ വാച്ചിങ്.